ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് 3 ചേരുവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. അവലിൻ്റെ പോഷകഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് വെള്ള അവൽ വേണമെങ്കിലും എടുക്കാം, ബ്രൗൺ കളറിലുള്ളത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷേ നല്ല തിന്നായിട്ടുള്ള അവൽ വേണം എടുക്കാനുള്ളത്. തിന്നായിട്ടുള്ള നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള അവൽ എടുക്കണം. നല്ല കട്ടിയുള്ള അവൽ നനച്ചതിന് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇനി തേങ്ങയും അവലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ആവശ്യത്തിന് ഇതിൽ തേങ്ങ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്, കരിപ്പെട്ടി വേണമെങ്കിലും ചേർക്കാം, ശർക്കര വേണമെങ്കിലും ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നത് കരിപ്പെട്ടിയാണ്. അതും കൂടെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കരിപ്പെട്ടിയുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ അയൺ റിച്ച് ആണ് കരിപ്പെട്ടി. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞവർക്കൊക്കെ കരിപ്പെട്ടി കഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാകുന്ന നോക്കണം. കുറവാണെങ്കിൽ കുറച്ചുകൂടെ കരിപ്പെട്ടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല പോഷക സമൃദ്ധമായ അവൽ നനച്ച് റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്